പക്ഷേ അപകടം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. നാട്ടുകാരുടെയൊക്കെ ഒരു സംശയമെന്ന് പറയുന്നത് ഈ സ്ഥലത്ത് എങ്ങനെ അപകടം നടക്കും എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും എത്രത്തോളം ശക്തമായ ഒരു അപകടമായിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് വാഹനം വന്ന് വട്ടം ഇടിക്കുകയായിരുന്നു. അതായത് കോ ഡ്രൈവറുടെ ഭാഗത്താണ് ഇടിയുടെ ആഘാതം കൂടുതൽ. ഇത് ഇപ്പോൾ വെട്ടിപ്പൊളിച്ചാണ് കുറച്ചെങ്കിലും ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് പൂർണ്ണാർത്ഥത്തിൽ അകത്തോട്ട് കയറിയിരിക്കുകയായിരുന്നു. അതായത് വിദ്യാർത്ഥികൾ ദേഹത്തേക്ക് അല്ലെങ്കിൽ ഇടിച്ച് ഈ തകിട് ഇടിച്ച് കയറി ഗുരുതരമായി പരിക്കേൽക്കുന്ന അവസ്ഥയായിരുന്നുള്ളത്. ചേട്ടാ, മുൻപ് ഇവിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ലക്ഷദ്വീപ് വരെ അപകടം നടന്ന് അറിഞ്ഞു വന്നു വരാം. ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ഇപ്പോൾ മരിച്ചത്, ലക്ഷദ്വീപ് സ്വദേശി. എൻ്റെ വൈഫിൻ്റെ കസിൻ്റെ മകനാണ്. ക്ഷമിക്കണം, ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചത്. മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് സ്വദേശിയാണ്. അങ്ങനെ ഞങ്ങളൊരു 1:30 ഇവിടെ എത്തുക. ഈ ഗർഭം കഴിച്ച അവർ മാതാപിതാക്കൾ വരുന്നുണ്ട്. ഇന്നലെ അവർ എയർലിഫ്റ്റ് ചെയ്യുന്ന കാര്യം മറ്റോ പറഞ്ഞിരുന്നു. ഇല്ല, അവരിന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ വരും, അഗത്തി വഴി വന്നിട്ട് വരും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ഇവര് ഈ മുഹമ്മദ് ഇബ്രാഹിമൊക്കെ ലക്ഷദ്വീപിലായിരുന്നു താമസം, അത് എറണാകുളത്തായിരുന്നു? ലക്ഷദ്വീപിലായിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതി ഇവിടെ കിട്ടിയത് ജസ്റ്റ് ഒരു മാസം മുമ്പ് എല്ലാവരും വിട്ടിട്ട് പോയ അവനെ ഹോസ്റ്റൽ അഡ്മിഷൻ ആയിട്ടില്ല. അങ്ങനെ പ്രൈവറ്റ് പുറത്ത് നിർത്തിയിട്ട് പോയതാണ്. ഇവന് എവിടെയാ പോയെന്ന് വല്ലതും വീട്ടുകാരോട് മറ്റോ പറഞ്ഞില്ല? സിനിമ കാണാനോ മറ്റോ പോകാന്ന്? ഇല്ല, അതെനിക്കറിയില്ല. അവർ പാപ്പയോട് വല്ലതും പറഞ്ഞൊന്നറിയില്ല. മുഹമ്മദ്, നമ്മൾ നാട്ടുകാരുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ബന്ധുക്കളെ കണ്ടത്. ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആളുകളാണ്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ അമ്മയും അച്ഛനും ഇന്നലെ വൈകുന്നേരം തന്നെ അവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലത്തെ ഫ്ലൈറ്റിന് അവർ എറണാകുളത്തെത്തും. ഇങ്ങനെ മരിച്ച കുട്ടികളുടെ ബന്ധുക്കളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഴയ ദേശീയ പാതയാണിത്. ആ ദേശീയപാതയിൽ ഇങ്ങനെ ഒരു വലിയ അപകടം ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, കാരണം ഒരു വളവോ അല്ലെങ്കിൽ ഒരു തിരിവോ അങ്ങനെ റോഡിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അശാസ്ത്രീയതയോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഒരു വളരെ സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ വളരെ വേഗതയിൽ വണ്ടിക്ക് വരാൻ വേണ്ടി സാധിക്കും. മഴയൊന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെയൊക്കെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. 2 വാഹനങ്ങളും അപകടം പറ്റിയ 2 വാഹനങ്ങളും റോഡിൻ്റെ വശത്ത് തന്നെയുണ്ട്. രാവിലെ കൂടുതൽ ആളുകൾ എത്തി. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും KSRTC ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി കൂടുതൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ വാഹനം ഇവിടെ നിന്ന് മാറുകയുള്ളൂ.